കേരളത്തിലെ സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയ്ക്ക് ഇന്ന് കോട്ടയത്ത് സ്വീകരണം നൽകും. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി രക്ഷാധികാരിയായ കേരള മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ 100-ലധികം സന്യാസിവര്യന്മാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്ര ഇന്ന് രാവിലെ കോട്ടയം ജില്ലയിലാണ്. രാവിലെ കോട്ടയം തിരുനക്കരയിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് ശ്രീരംഗം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഹിന്ദു നേതൃസംഗമത്തിൽ സന്യാസിമാർ, ഹിന്ദു സംഘടനാ നേതാക്കൾ, ആത്മീയ ആചാര്യന്മാർ, ക്ഷേത്ര ഭാരവാഹികൾ, പൗരപ്രമുഖർ എന്നിവർ പങ്കെടുക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുനക്കര മഹാദേവ ക്ഷേത്രം മൈതാനിയിൽ വിരാട് ഹിന്ദു സംഗമം നടക്കുമെന്നും സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി വിശുദ്ധാനന്ദ സ്വാമികൾ, വാഴൂർ തീർത്ഥപാദാശ്രമം സെക്രട്ടറി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ, മാതാമൃതാനന്ദമയി മഠം മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി എന്നിവർ അറിയിച്ചു. അത് എല്ലാവരും ലോകാസംസ്ഥാസുഖിനോ ഭവന്തു എന്നാണ്. നമുക്ക് ആരെയും വിരോധമില്ല. നമ്മളെല്ലാവരും ഉൾക്കൊണ്ട സംസ്കാരമാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ യഥോ ധർമ്മസ്തോ ചെയ്യുക, ധർമ്മത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ധർമ്മം നഷ്ടപ്പെട്ടു പോയ കുടുംബബന്ധമായിക്കോട്ടെ, സാമൂഹ്യ ബന്ധങ്ങളായിക്കോട്ടെ, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പം ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോ പൗരൻ്റെയും ഓരോ മനുഷ്യൻ്റെയും ധർമ്മമാണ്. നമുക്ക് പ്രകൃതിയോട് നമുക്ക് ധർമ്മമുണ്ട്, വ്യക്തിബന്ധങ്ങളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. ഇതൊക്കെ നമ്മളിന്ന് കാരണം പുതിയ ചില പ്രവണതകൾ സമൂഹത്തിൽ, അതെല്ലാ മതങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാകും. ഭക്ഷണ സംസ്കാരം നഷ്ടപ്പെട്ടു പോയി, കുടുംബ ബന്ധങ്ങൾ, കല്യാണം കഴിച്ച പെട്ടെന്ന് ഡൈവോഴ്സ് ആകും. നമ്മുടെ കുട്ടികളൊക്കെ പലപ്പോഴും നമ്മുടെ ചെറിയ കുട്ടികളെ പോലും നമ്മൾ സ്കൂളുകളിൽ പോയാൽ മയക്കുമരുന്നിന് അടിമയാക്കുന്ന സംഘടിതമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിനൊരു ജാഗ്രത ഉണ്ടാകണം. കുടുംബങ്ങൾ ആത്മീയ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടത് ഒരു ആവശ്യകതയാണ്. അതിനൊരു ഉണർത്ത് പാട്ട് ആയിട്ടാണ് സന്യാസിമാർ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ഈ മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരളത്തിലെ സന്യാസിമാർ ആദ്യം 41 ദിവസം കൊണ്ട് എല്ലാ ഗ്രാമാന്തരങ്ങളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കണം, അവർക്ക് ആത്മീയ മൂല്യങ്ങൾ പകർന്നു കൊടുക്കണം എന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ചില സാങ്കേതികമായിട്ട് അത്രയും ദിവസം എല്ലാവർക്കും പ്രവർത്തിക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് 14 ദിവസത്തിലേക്ക് ചുരുക്കിയിട്ട് 14 ദിവസം കൊണ്ട് 14 ജില്ലകൾ കവർ ചെയ്തിട്ട് നമ്മൾ ഒക്ടോബർ 21 പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയ ഒരു വിരാട് സമ്മേളനമായിട്ട് തിരുവനന്തപുരത്ത് ഈ ധർമ്മ സന്ദേശ യാത്ര സമാപിക്കുകയാണ്. വലിയൊരു സമ്മേളനമായിരിക്കും, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള തിരുവനന്തപുരത്തെ സമാപന സമ്മേളനം.